ഗുരുസാഹിതിയിലേക്ക് എല്ലാ ആത്മമിത്രങ്ങൾക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ നിർവൃതി പഞ്ചകം എന്ന കൃതിയുടെ പഠനം ഇവിടെ സമാരംഭിക്കുകയാണ്. കോ നാമദേശ കാ ജാതി പ്രവൃത്തി കാ കിയത് വയഃ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ആഗച്ഛ ഗച്ഛ മാഗച്ഛ പ്രവിശ ക്വനു ഗച്ഛസി ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ക്വയാസ്യസി യദായാത കുത ആയാസി കോസി വൈ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. അഹം ത്വം സോയമന്തർഹി ബഹിരസ്തി ന വാ അസ്തി വാ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ജ്ഞാതാജ്ഞാതസമ സ്വാന്യഭേദശൂന്യ കുതോഭിത ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ഇതാണ് ഗുരുകൃതമായ നിർവൃതി പഞ്ചകം. ഈ കൃതിയുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ 1916 തിരുവണ്ണാമലയിൽ ചെന്ന് രമണ മഹർഷിയെ സന്ദർശിക്കുകയുണ്ടായി. രമണ മഹർഷി അനുഭവിച്ചിരുന്ന നിർവൃതി കണ്ട് ആ മഹാനുഭാവനോടുള്ള ആദരസൂചകമായി ഗുരുദേവൻ വിദ്യാനന്ദ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്തെഴുതിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. 5 ശ്ലോകങ്ങളടങ്ങുന്ന ഈ കൃതിയുടെ അടിക്കുറിപ്പായി ഇത്യാദിവാദോപരതം മഹാന്തം പ്രശാന്ത ഗംഭീര നിജ സ്വഭാവം ശോണാചലേ ശ്രീരമണം നിരീക്ഷ്യ പ്രോവാച നാരായണ സംയമേന്ദ്ര എന്ന ശ്ലോകവും എഴുതി ചേർത്തിട്ടുണ്ട്. അടിക്കുറിപ്പോടുകൂടിയ ഗുരുകൃതമായ നിർവൃതി പഞ്ചകം രമണാശ്രമത്തിലെ സന്ദർശകർക്കായുള്ള ഡയറിയിൽ എഴുതി ചേർത്തിട്ടുള്ളതായും പറയപ്പെടുന്നു. നിർവൃതി എന്താകുന്നു എന്നും ആർക്കാണ് നിർവൃതി അനുഭവ സത്യമായി തീരുന്നത് എന്നുമാണ് രമണ മഹർഷിയെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ട് ഗുരുദേവൻ ഈ കൃതിയിലൂടെ വിശദീകരിച്ചു തരുന്നത്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൃതിയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കോ നാമദേശ കാ ജാതി പ്രവൃത്തി കാ കിയത് വയഃ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. കോ നാമദേശ കാ ജാതി പ്രവൃത്തി കാ കിയത് വയഃ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ഇതാണ് ശ്രീനാരായണ ഗുരുദേവകൃതമായ നിർവൃതി പഞ്ചകം എന്ന കൃതിയിലെ പ്രഥമ ശ്ലോകം. ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. കോ നാമ, അതിനെ നമുക്ക് ക നാമ എന്ന രീതിയിൽ പിരിച്ചെഴുതി വേണം അർത്ഥം മനസ്സിലാക്കേണ്ടത്. പേരെന്ത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ദേശ ക, നാട് ഏതാണ്. ജാതി ക, ജാതി ഏതാണ്. പ്രവൃത്തി ക, തൊഴിലെന്താണ്. വയ കിയത്, വയസ്സ് എത്രയാണ്. ഇത്യാദി
മുതലായ ഇപ്രകാരമുള്ള വാദോപരതി, വാദങ്ങൾ ശമിച്ച മനോനിലയിൽ എത്തിച്ചേർന്ന യസ്യ യാതൊരുവനുണ്ടോ അവന് അസ്യയേവ അവനു തന്നെ നിർവൃതി അനുഭവവേദ്യമായി തീരുന്നു. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: പേരെന്ത്, നാടേത്, ജാതി ഏത്, തൊഴിലെന്ത്, വയസ്സെത്ര എന്നിത്യാദി വാദങ്ങളിൽ നിന്നുമുള്ള ഉപരതി ആർക്കാണോ സംസിദ്ധമായി തീർന്നിട്ടുള്ളത് അവനു തന്നെയാണ് നിർവൃതി ആനുഭൂതികമായി ഭവിക്കുന്നത്. ഇവിടെ വാദമെന്ന പദത്തിന് വദിക്കൽ, അതായത് ചോദിക്കലും പറയലും എന്നർത്ഥമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രക്ഷുബ്ധഹീനമായ മനോനില അഥവാ ശാന്തതയാണ് നിർവൃതി. ആശങ്കകളും സംശയങ്ങളും ദുഃഖങ്ങളും ഹർഷോന്മാദങ്ങളും അഭിമാനബോധവും ഒക്കെയുള്ള മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. ഇപ്പറഞ്ഞ വൈകാരികതകളെ എല്ലാം തരണം ചെയ്ത് ജീവിതത്തിൻ്റെ അർത്ഥവും മൂല്യവുമൊക്കെ ശരിയായി മനസ്സിലാക്കി സർവവിധ ദ്വൈതങ്ങളെയും വിവേകബുദ്ധിയാൽ ജയിച്ച് മനസ്സിനെ വരുതിയിൽ നിർത്തി ജീവിക്കാനുള്ള കല അഭ്യസിച്ചവർക്ക് മാത്രം അനുഭവവേദ്യമായി തീരുന്ന മനോനിലയാണ് നിർവൃതി. പ്രായോഗിക അദ്വൈത ബോധ സാക്ഷാത്കാരമാണ് നിർവൃതി പദപ്രാപ്തി നേടിയെടുക്കാനുള്ള ഏകമാർഗം. ദ്വൈത ചിന്തയാണ് സർവവിധ അശാന്തികൾക്കും കാരണം. ഞാൻ, നീ, ഞങ്ങൾ, നിങ്ങൾ, നമ്മൾ, അവൻ, അവൾ, അവർ, ബന്ധുക്കൾ, ശത്രുക്കൾ, മിത്രങ്ങൾ, അന്യർ തുടങ്ങിയ ദ്വൈത ബോധാനുഭവങ്ങളെല്ലാം ശമാധി ഷഡ്ഗുണങ്ങളുടെ അഭാവം മൂലമാണ് ഉണ്ടാവുന്നത്. ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ എന്നിവയാണ് ശമാധി ഷഡ്കം. ശമത്തിൻ്റെ അനുപൂരകമാണ് ദമം. ബാഹ്യേന്ദ്രിയങ്ങളെ വരുതിയിൽ നിർത്തുന്ന ശ്രമകരമായ വൃത്തിയാണത്. വിഹിത കർമ്മങ്ങൾ വിധിപ്രകാരം അനുഷ്ഠിച്ച് വിഹിതകാമ സംതൃപ്തി അനുഭവിച്ചതിനു ശേഷം വൈരാഗ്യം സമാർജിച്ചെടുക്കലാണ് ഉപരതി. ലൗകിക സാക്ഷാത്കാരാനന്തരമുള്ള വിരാഗത അത് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ ആരാലും സാധ്യമല്ല. വൈരാഗ്യമെന്ന പദത്തിനിവിടെ രാഗമുക്തി എന്ന അർത്ഥകൽപ്പനയാണുള്ളത്. സുഖദുഃഖാദികളിലും ലാഭനഷ്ടങ്ങളിലും ശീതോഷ്ണാദികളിലും സമഭാവം പുലർത്തി ജീവിക്കുന്നതിനെയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനമനന നിധിധ്യാസനാദികളിൽ മുഴുകിക്കഴിയുന്നതിനെയാണ് സമാധാനമെന്ന് പറയുന്നത്. ഗുരുപദേശങ്ങളിലുള്ള സമർപ്പിത വിശ്വാസവും ആചരണവുമാണ് ശ്രദ്ധ. ഇപ്പറഞ്ഞ 6 ഗുണങ്ങളും തികഞ്ഞവർക്ക് മാത്രമേ നിർവൃതി അനുഭവ സത്യമായി ഭവിക്കുകയുള്ളൂ. ഒരാളെ കാണുമ്പോൾ അയാളുടെ പേരും നാടും ജാതിയും തൊഴിലും വയസ്സുമൊക്കെ ചോദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ആന്തരിക ചോദനയിൽ നിന്നും തള്ളിവരുന്ന ദ്വൈതബോധമാണ്. ഗുരുദേവ കൃതികളായ ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ കൃതികൾ ഈ ശ്ലോകത്തോട് ചേർത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. പ്രകൃതി നിയതിയിൽ സർവരും തുല്യരാണ്. പ്രത്യേകമായ അവകാശങ്ങളോ പരിഗണനകളോ പ്രകൃതി ആർക്കും നൽകിയിട്ടില്ല. ദേശം, ജാതി, മതം, രാഷ്ട്രീയം തുടങ്ങിയവയെല്ലാം മനുഷ്യനിർമ്മിതങ്ങളായ വ്യവസ്ഥിതികളുടെ ഭാഗങ്ങളാണ്. ദ്വൈതകൽപ്പനയിൽ വിരിഞ്ഞു വന്ന ഭേദചിന്തകളാണ് പേരും ഊരും ജാതിയും തൊഴിലും വയസ്സുമൊക്കെ ചോദിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും
പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന അദ്വൈത ബോധം തെളിഞ്ഞു പ്രകാശിക്കുന്നവന്റെ മനസ്സിൽ ഭേദചിന്തകൾക്ക് സ്ഥാനമില്ല. തന്നിൽ നിന്നും അന്യമായി ഒന്നിനെയും കാണാൻ അവന് സാധ്യമല്ല. അദ്വൈത ബോധ തെളിച്ചമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളാണ് ജാതി, മതം, കുലം, തൊഴിൽ, വയസ്സ് മുതലായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ളവർക്കൊരിക്കലും നിർവൃതി അനുഭവ സത്യമായി തീരുന്നതല്ല. തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേതു മോഹം, അന്നേതു ശോകം, ഏകത്വ ദൃക്കിന് എന്ന ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രം ഈ ശ്ലോകത്തോട് ചേർത്ത് വെച്ച് മനനം ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ആഗച്ഛ ഗച്ഛ മാഗച്ഛ പ്രവിശ കൊനുഗച്ഛസി ഇത്യാദിവാദോപരിതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ആഗച്ഛ ഗച്ഛ മാഗച്ഛ പ്രവിശ കൊനുഗച്ഛസി ഇത്യാദിവാദോപരിതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ആഗച്ഛ വരൂ, ഗച്ഛ പോകൂ, മാഗച്ഛ പോകരുത്, പ്രവിശ പ്രവേശിക്കൂ, അകത്തേക്ക് വരൂ, കൊനു ഗച്ഛസി നീ എവിടെ പോകുന്നു, ഇത്യാദി എന്നിങ്ങനെയുള്ള വാദോപരതി ചോദ്യങ്ങളും പറച്ചിലുകളും ഇല്ലാത്തത് യസ്യ യാതൊരുവനാണോ തസ്യയേവ അവനു തന്നെയാണ് നിർവൃതി. നിർവൃതി അനുഭവ സാധ്യമായി തീരുന്നത്. ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: വരൂ, പോകൂ, അകത്തേക്ക് കടന്നു വരൂ, നീ എവിടെ പോകുന്നു, പോകരുത് തുടങ്ങിയ ചോദിക്കലും പറയലും ആരിലാണോ ഉപശമിച്ചിരിക്കുന്നത് അവനു തന്നെയാണ് നിർവൃതി അനുഭവ സത്യമായി ഭവിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ വരൂ വരൂ, അകത്ത് കയറിയിരിക്കൂ എന്നിങ്ങനെ സ്വാഗത വാക്കുകൾ പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് സ്വന്തം ബന്ധങ്ങളാൽ സംസൃഷ്ടമായ പാശമാണ്. ഒരാൾ കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ കടക്കൂ പുറത്ത് എന്ന് നമ്മളെക്കൊണ്ട് ആക്രോശിപ്പിക്കുന്നത് വെറുപ്പാണ്. പ്രിയപ്പെട്ടവർ പിണങ്ങിപ്പിരിയാൻ പോകുന്നു എന്ന് തോന്നിയാൽ എവിടെ പോകുന്നു, പോകരുതേ എന്നിങ്ങനെ ചോദിപ്പിക്കുകയും പറയിക്കുകയും ചെയ്യുന്നത് സ്നേഹപാശമാണ്. ഇത്തരം പാശങ്ങളെല്ലാം സ്വാർത്ഥാധിഷ്ഠിതങ്ങളാണ്. ഭാര്യാഭർത്തൃപാശം, പുത്രപാശം, സഹോദരപാശം, ഭാഷാപാശം, ദേശപാശം തുടങ്ങിയ വൈകാരിക പാശങ്ങളെല്ലാം ദുഃഖഹേതുകങ്ങളാണ്. നമുക്ക് പലതിലും ഉടമസ്ഥാവകാശവും കൈവശാവകാശവുമൊക്കെ ഉണ്ട് എന്ന ധാരണയും, അതുപോലെ തന്നെ പലർക്കും നമ്മോട് ബാധ്യതയുണ്ട്, അല്ലെ നമുക്ക് പലരോടും ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട് എന്നുമൊക്കെയുള്ള വിശ്വാസമാണ് ഇതിനൊക്കെ കാരണമായി വർത്തിക്കുന്നത്. കോപം, വിദ്വേഷം, അമർഷം, ഈർഷ്യ തുടങ്ങിയ വികാരങ്ങൾ തൻ പ്രിയ സംരക്ഷണാർത്ഥമുള്ള ഇച്ഛാശക്തികളുടെ സൃഷ്ടികളാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ, അതുമാത്രമേ നടക്കാവൂ എന്നും നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും ചെയ്യണമെന്നും നമ്മളെ മറ്റുള്ളവർ അനുസരിക്കണമെന്നും മറ്റുമുള്ള ശാഠ്യങ്ങളാണ് കടക്കൂപുറത്ത് തുടങ്ങിയ ആക്രോശങ്ങൾ നടത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. കാമക്രോധ ലോഭ മോഹമത മത്സര്യങ്ങളാകുന്ന ഷഡ്വികാരമാണ് സർവവിധ അശാന്തികളെയും ക്ഷണിച്ചു വരുത്തുന്നത്. ഷഡ്വികാര സ്വാധീന മുക്തി മനസ്സിനെ പ്രശാന്തതയിലേക്ക് നയിക്കും. പ്രിയമൊരു ജാതിയിതൻ പ്രിയം
ത്വദീയ പ്രിയമപരപ്രിയമെന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം. പ്രിയമപരൻ്റെയതെൻ പ്രിയം സ്വകീയ പ്രിയമപരപ്രിയമിപ്രകാരമാകും. നയമതിനാലെ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയഹേതുവായി വരേണം. എന്നീ ആത്മോപദേശ മന്ത്രങ്ങളിൽ സർവ അശാന്തികളെയും ഇല്ലാതാക്കി തീർക്കാനുള്ള ഉപായമാണ് ഗുരുദേവൻ ഉപദേശിച്ചിരിക്കുന്നത്. പ്രിയം എന്നതൊരു വികാരമാണ്. അതിന് ഒരേ ഭാവവും ഒരേ രൂപവുമാണുള്ളത്. എൻ്റെ പ്രിയമെന്നും അപരൻ്റെ പ്രിയമെന്നും പ്രിയത്തിന് രണ്ട് ഭാവമുഖങ്ങളില്ല. സർവരുടെയും പ്രിയം എന്ന വികാരം ഒന്നായതുകൊണ്ട് അതിന് ഹേതുകമായ കാര്യകാരണാദികളും ഭിന്നമാവാൻ തരമില്ല. ഒരുവന് നല്ലതും അന്യന് അല്ലരുമുണ്ടാക്കുന്നതൊന്നും പ്രിയതരമായി ഭവിക്കുന്നതല്ല. അപരൻ്റെ പ്രിയത്തെ തൻ്റെയും പ്രിയമായി കാണുന്നവന് സർവത്തെയും തന്നിൽ നിന്നും അന്യമല്ലാത്തവയായി കാണാനും അനുഭവിക്കാനും സാധിക്കും. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം എന്ന കർമ്മോപദേശത്തെ സാക്ഷാത്കരിക്കാനും പ്രായോഗിക അദ്വൈതമൂട്ടി ഉറപ്പിക്കാനും ശ്രമിക്കുന്നവന് ജീവിതത്തെ ശാന്തിപൂരിതമാക്കി തീർക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളവന് മാത്രമേ നിർവൃതി അനുഭവസാധ്യമായി തീരൂ എന്നാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. ക്വയാസ്യസി യദായാതഃ കുത ആയാസി കോസി വൈ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ക്വയാസ്യസി യദായാതഃ കുത ആയാസി കോസി വൈ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ക്വ എവിടെ, യാസ്യസി യാതൊരുവനായി, യാതൊരിടത്ത്, യാ അസ്യ അസി യാതൊരുവനായി യാതൊരിടത്ത് നിലകൊള്ളുന്നു. യദായാത യദായാതഃ ഇതിനെ രണ്ട് തരത്തിൽ നമുക്ക് അന്വയിച്ച് പദച്ഛേദം നടത്താവുന്നതാണ്. യദ് ആയാതഃ എന്ന രീതിയിലും യദാ ആയാതഃ എന്ന രീതിയിലുമാണ് അന്വയം സാധിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് യദ് ആയാതഃ യാതൊന്നായി വന്നു. യദാ ആയാതഃ എന്ന് പറയുമ്പോൾ എപ്പോൾ വന്നു. കുതഃ എവിടെ നിന്ന്, ആയാസി ആയ അസി വന്നു ചേർന്നു. കോസി വൈ ക അസി വൈ. ഇവിടെ ആ വൈ എന്നുള്ളത് പൂരണ പദമാണ്, പൂരണ അക്ഷരമാണ്. യാതൊരുവനായി വർത്തിക്കുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ക അസി നീ യാതൊരുവനായി ഇവിടെ വർത്തിക്കുന്നു. ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: എവിടെ യാതൊരുവനായി യാതൊരിടത്തു നിന്നും വന്നു ചേർന്നു. യാതൊന്നായി യാതൊരുവനായി എപ്പോൾ വന്നു ചേർന്നു. എവിടെ നിന്ന് വന്നു ചേർന്നു. യാതൊരുവനായി അഥവാ യാതൊന്നായി വർത്തിക്കുന്നു. ഇത്യാദി ചോദ്യങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകുന്നില്ലയോ അവന് മാത്രമാണ് നിർവൃതി അനുഭവ സത്യമായി ഭവിക്കുന്നത്. നിർവൃതി പഞ്ചകം എന്ന ഈ കൃതിയുടെ കാതലെന്നോ ആത്മാവെന്നോ ഈ ശ്ലോകത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്.
കുശലാന്വേഷണ രൂപേണ സർവ്വസാധാരണമായി ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. വ്യാവഹാരിക ലൗകിക ജീവിത സന്ദർഭങ്ങളിൽ മാത്രമേ ഈ വക ചോദ്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആത്യന്തികമായ ഉണ്മ ദർശിച്ചവന് പോകാനോ വരാനോ ഇടങ്ങളില്ല. പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനെ അല്ലാതെ മറ്റൊന്നിനെയും അയാൾ എങ്ങും കാണുന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ വാങ്മയ രൂപത്തിൽ രമണ മഹർഷിയെ വരച്ചുകാട്ടിയ കൃതിയാണ് നിർവൃതി പഞ്ചകം എന്ന ആമുഖ പഠന ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ശൈവ ദർശന സാക്ഷാത്കാരത്തിലൂടെ അദ്വൈത ബോധസാക്ഷാത്കാരം നേടി പ്രശാന്തചിത്തനായി തീർന്ന ഭാരതീയ ഋഷിവര്യനായിരുന്നു രമണ മഹർഷി. നാൻ യാര് എന്ന അന്വേഷണമാണ് അദ്വൈത ബോധസാക്ഷാത്കാരത്തിന് രമണ മഹർഷിയെ സഹായിച്ചത്. ഗുരുദേവൻ രമണാശ്രമം സന്ദർശിച്ച വേളയിൽ ഗുരുവിലെ ഗുരുത്വം തിരിച്ചറിഞ്ഞ രമണ മഹർഷി മൗന സംവാദത്തിലൂടെ അക്കാര്യം ഗുരുവിനെ ബോധ്യപ്പെടുത്തി എന്നാണ് ഈ ശ്ലോകം സാക്ഷ്യപ്പെടുത്തുന്നത്. സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ സർവപ്രഭാവവും ഗുരുദേവൻ രമണ മഹർഷിയിൽ ദർശിച്ചു. മനുഷ്യാകൃതി പൂണ്ട പരബ്രഹ്മത്തെ വരച്ചുകാട്ടി നിർവൃതി എന്ന അനുഭൂതികാവസ്ഥയെ ഈ പഞ്ചകത്തിലൂടെ സംഗ്രഹിക്കുകയാണ് ഗുരുദേവൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആരാകുന്നു, എൻ്റെ സ്വത്വം അഥവാ എൻ്റെ ഉണ്മ യാതൊന്നിൽ നിന്നുമാണ് ആവിർഭവിച്ചത്. എപ്പോഴാണ് ആ ആവിർഭാവം നടന്നത്? യാതൊന്നായിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത്? എവിടെയാണ് എൻ്റെ നില? വിചാരം ചെയ്തറിയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏകമായ പരമ്പൊരുളിൽ നിന്നും അന്യമല്ല താൻ എന്നും താനാകുന്ന പൊരുൾ ഇവിടെയുള്ള സർവ്വതിലും ഉണ്ടെന്നും തന്നിൽ നിന്നും അന്യമായി യാതൊന്നും തന്നെയില്ല എന്നും ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. അവന് പോകുവാനോ വരുവാനോ പ്രത്യേകമായ ഇടങ്ങളില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന അനുഭൂതിയ ജ്ഞാന സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ശ്ലോകത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവന് എന്തുണ്ടു നിന്യമായി എന്നും പങ്കമറ്റംഗമില്ലാതെ പരിപാവനമായി സദാ മനസ്സിൻ മനമായി തന്നിൽ തനിയെ പ്രോല്ലസിച്ചിടും എന്നും ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മസാക്ഷാത്കാര നിലയിൽ എത്തിച്ചേർന്ന ജ്ഞാനിയുടെ മനസ്സ് ജ്ഞാനാനന്ദാനുഭൂതിയിൽ അമർന്ന് പ്രശാന്തമായി ഭവിക്കുന്നു. ഈ ആനുഭൂതിക നിലയിൽ എത്തിച്ചേർന്ന ഒരാൾ അനുഭവിക്കുന്ന ആനന്ദമാണ് നിർവൃതി എന്നും രമണ മഹർഷി അനുഭവിക്കുന്നത് അതേ നിർവൃതിയാകുന്നു എന്നുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കൃതിയിലെ 4ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാവുന്നതാണ്. അഹം ത്വം സോയമന്തർഹി ബഹിരസ്തി നവാ അസ്തി വാ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. അഹം ത്വം സോയമന്തർഹി ബഹിരസ്തി നവാ അസ്തി വാ ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. അഹം ഞാൻ, ത്വം നീ, സ അവൻ, അയം ഇവൻ എന്നിങ്ങനെയുള്ള ഭേദചിന്തകൾ അന്തർഹി ബഹിരസ്തിവ ന അസ്തിവ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അനുഭവപ്പെടുന്നത് തന്നെ ബാഹ്യമായ പ്രതീതികൾ മാത്രം ആകുന്നു. അത് ഒരുപക്ഷെ ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ ഉള്ളതാവാം,
എന്നിങ്ങനെയൊക്കെയുള്ള വാദഗതികൾ അല്ലെങ്കിൽ പറച്ചിലുകൾ, സമർത്ഥനങ്ങൾ, ഇതൊക്കെ ആരുടെ മനസ്സിലാണോ ഉപശമിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവനാണ് യഥാർത്ഥത്തിൽ നിർവൃതി അനുഭവിക്കുന്നവൻ. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ഞാൻ, നീ, അവൻ, ഇവൻ തുടങ്ങിയ ഭേദങ്ങൾ ആന്തരികമോ ബാഹ്യമോ ആവാം. ഈ ഭേദങ്ങൾ ഉള്ളതുമാകാം, ഇല്ലാത്തതുമാകാം. എന്നീ വക ചിന്തകളും പറച്ചിലുകളും ശമിച്ച മനസ്സിൻ്റെ ഉടമയായുള്ള ഒരാൾക്ക് മാത്രമാണ് നിർവൃതി അനുഭവസത്യമായി ഭവിക്കുന്നത്. സർവരിലും സദാ അനുഭവപ്പെടുന്ന ബോധവസ്തുവാണ് അഹം അഥവാ ഞാൻ. ഓരോരുത്തരിലും സ്ഫുരിക്കുന്ന ആത്മതേജോമയമായ ബോധമാണത്. ഈ ബോധത്തിൻ്റെ ഉണ്മയെപ്പറ്റി വിചാരം ചെയ്യുന്ന ഉപനിഷത്തുക്കളിൽ ഏകമായ പരമാത്മാവിൻ്റെ സ്ഫുരണമായി അകത്തെ, അതായത് ഞാനെന്ന ബോധസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന ജ്ഞാന സാക്ഷാത്കാരം സംസിദ്ധമായി തീരാത്തതാണ് സർവവിധ ദ്വൈതങ്ങൾക്കും കാരണമായി വർത്തിക്കുന്നത്. ലൗകിക വ്യാവഹാരിക ദൃഷ്ടിയിലൂടെ നോക്കിക്കാണുമ്പോൾ മാത്രമാണ് അകം പുറം വ്യത്യാസം അനുഭവപ്പെടുന്നത്. ജ്ഞാനദൃഷ്ടിയിലൂടെ നോക്കിക്കാണുമ്പോൾ അകംപുറങ്ങൾ അനുപൂരകങ്ങളാണ്. അകത്തെ കൂടാതെ പുറത്തിനു മാത്രമായി ഒരിടത്തും നിലനിൽപ്പില്ല. നേരെ മറിച്ചും അങ്ങനെയൊരു നില ഒരിക്കലും സാധ്യമല്ല. നാണയത്തിൻ്റെ വശങ്ങൾ പോലെയാണ് അകംപുറ വ്യത്യാസം എന്ന് മനസ്സിലാക്കുന്നത് വരെ മാത്രമേ അകവും പുറവും രണ്ടാണെന്ന് തോന്നലുണ്ടാവുകയുള്ളൂ. അതുപോലെ സർവ്വജീവശരീരങ്ങളെയും ചൈതന്യവത്താക്കി പ്രകാശിപ്പിക്കുന്ന പരമാത്മ ജ്യോതിസിനെ കണ്ടെത്തി സാക്ഷാത്കരിക്കുന്നത് വരെ ഞാനെന്നും നീയെന്നും അവനെന്നും ഇവനെന്നുമൊക്കെയുള്ള ദ്വൈതബോധം നിലനിൽക്കുക തന്നെ ചെയ്യും. എപ്രകാരമാണോ നാനാ ദിക്കുകളിൽ നിന്നും സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികളെല്ലാം നദീസ്വത്വം നഷ്ടപ്പെട്ട് സമുദ്രസ്വത്വത്തിൽ വിലയിക്കുന്നത്, അപ്രകാരം വ്യക്തിസ്വത്വങ്ങളുടെ ആകത്തുകയായി സമഷ്ടിസ്വത്വത്തെയും സമഷ്ടിസ്വത്വത്തിൻ്റെ അംശങ്ങളായി വ്യഷ്ടിസ്വത്വത്തെയും സാക്ഷാത്കരിക്കാൻ സാധിച്ചവൻ്റെ മനസ്സിൽ നിന്നും സർവവിധ ഭ്രമങ്ങളും അകന്നുപോകുന്നു. ചുറ്റുപാടുകളെ നിരീക്ഷിച്ചും ഈ സാക്ഷാത്കാര ബുദ്ധി നേടിയെടുക്കാവുന്നതാണ്. ഒരു നാളികേരത്തെ തൊണ്ട്, ചകിരി, ചിരട്ട, കാമ്പ്, അതിനുള്ളിലെ വെള്ളം എന്നിങ്ങനെ ഇഴപിരിച്ചാണല്ലോ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ നാളികേരം എന്ന വസ്തുവിൻ്റെ യഥാർത്ഥ ഉണ്മ തൊണ്ടും ചകിരിയും ചിരട്ടയും കാമ്പും വെള്ളവും എല്ലാം ചേർന്നിരിക്കുന്ന ഭാവരൂപാദി ഗുണങ്ങളോട് കൂടിയതാകുന്നു എന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. പുറന്തോടും മാങ്ങേണ്ടിയും അതിനുള്ളിലെ പരിപ്പും പരിപ്പിനോട് ചേർന്നിരിക്കുന്ന മുകുളവും മാങ്ങേണ്ടിയെ ആവരണം ചെയ്തിരിക്കുന്ന മാംസളമായ ഭാഗവുമെല്ലാം ചേരുമ്പോൾ മാത്രമേ ഒരു മാങ്ങയ്ക്ക് മാങ്ങയുടെ പൂർണ്ണ സ്വത്വമുള്ളൂ. അകവും പുറവും എന്ന ഭേദം വ്യാവഹാരിക ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് അനുഭവപ്പെടുന്നത്. ഏകവും അഖണ്ഡവുമായ പരമജ്യോതിസിൻ്റെ അല്ലെ പരമാത്മ ജ്യോതിസിൽ നിന്നും അന്യമല്ലാത്തതായ ജീവാത്മ ജ്യോതിസിലാണ് നമ്മുടെ ആന്തരിക സത്ത വർത്തിക്കുന്നത്. അല്ലെ, ആ ജീവാത്മ ജ്യോതിസ് തന്നെയാണ് ആന്തരിക സത്ത. അണുവിലും പുഴുവിലും പാമ്പിലും പറവയിലും മീനിലും മാനിലും നരിയിലും പുലിയിലും എന്നുവേണ്ട സർവ്വജീവജാലങ്ങളിലും വർത്തിക്കുന്ന ആത്മസത്ത തന്നെയാണ് മനുഷ്യനിലും വർത്തിക്കുന്നത്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത് എന്ന് ഗുരുദേവൻ്റെ ചോദ്യം ഇവിടെ ചിന്തനീയമാണ്. ഈ ബോധനില കൈവരിച്ചവന് ഞാൻ, നീ, അവൻ, ഇവൻ, അകം, പുറം, ഇല്ല, ഉണ്ട്
തുടങ്ങിയ വാദങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അവൻ പ്രശാന്ത മനസ്കനായി നിലകൊള്ളും. ആ പ്രശാന്തത തന്നെയാണ് യഥാർത്ഥ നിർവൃതി. രമണ മഹർഷി അനുഭവിച്ച നിർവൃതിയെ പ്രകീർത്തിക്കുന്ന വരികളിൽ നിർവൃതിയുടെ ശരിയായ ഭാവസ്വരൂപം എന്താണെന്ന് കൂടി ഋഷികവിയായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ കുറ്റമറ്റ രീതിയിൽ വരച്ചു കാണിച്ചിരിക്കുന്നു. ഇനി നിർവൃതി പഞ്ചകമെന്ന കൃതിയിലെ 5-ാമത്തെയും അവസാനത്തേതുമായ ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാവുന്നതാണ്. ജ്ഞാതാജ്ഞാതസമസ്വാന്യഭേദശൂന്യ കുതൂഭിത ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ജ്ഞാതാജ്ഞാതസമസ്വാന്യഭേദശൂന്യ കുതൂഭിത ഇത്യാദിവാദോപരതിർയസ്യ തസ്യൈവ നിർവൃതിഃ. ജ്ഞാതാജ്ഞാതസമ, അറിയപ്പെടുന്നതിനെയും അറിയപ്പെടാത്തതിനെയും സമബുദ്ധിയോടുകൂടി കണ്ട്, സ്വാന്യഭേദശൂന്യ, അന്യഭേദശൂന്യ, സ്വന്തമെന്നും അന്യമെന്നുമുള്ള ഭേദചിന്ത വെടിഞ്ഞു കഴിഞ്ഞാൽ, കുതഃ, എവിടെ നിന്നാണ്, ഭിത, ഭേദചിന്തയുണ്ടാകുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിലെ പദങ്ങളുടെ പദാനുപദാർത്ഥം. ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ജ്ഞാതമെന്നും അജ്ഞാതമെന്നുമുള്ള ഭേദചിന്തയും സ്വന്തമെന്നും അന്യമെന്നുമുള്ള ഭേദചിന്തയും വെടിഞ്ഞവന് ദ്വൈതബോധം, അതായത് ഭിന്നഭാവബോധം എവിടെ നിന്നുണ്ടാകാനാണ്? ദാർശനിക തിളക്കവും യുക്തിഭദ്രതയുമുള്ള ഒരു ജ്ഞാനരഹസ്യമാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. അറിയപ്പെടുമിതു വേറല്ലറിവായിടും തിരഞ്ഞിടും നേരം എന്ന് ഇതേ ജ്ഞാനരഹസ്യം അറിവ് എന്ന കൃതിയിലും ഗുരുദേവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ജ്ഞാതാജ്ഞാതസമ എന്ന പ്രയോഗത്തെ നമുക്ക് ശരിയായി ഒന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. ജ്ഞാതവും അജ്ഞാതവും തമ്മിൽ ഭേദമില്ല എന്നുള്ള ബോധ്യം എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ വാഗർത്ഥം. യോഗാത്മകമായ ചിന്താപദ്ധതിയിൽ വെളിപ്പെട്ട് കിട്ടുന്ന അറിവാണിത്. അറിയപ്പെടുന്നതിനെയാണ് ജ്ഞാതം എന്ന് പറയുന്നത്. അറിയപ്പെടാത്തവയെല്ലാം അജ്ഞാതങ്ങളാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റിയോ വസ്തുതയെപ്പറ്റിയോ ഉള്ള സമഗ്രമായ അറിവാണ് അതിനെ ജ്ഞാതമാക്കി തീർക്കുന്നത്. കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചുമാണ് വസ്തുബോധം നാം ഉറപ്പിച്ചെടുക്കുന്നത്. ഇതുതന്നെയാണ് ജ്ഞാനാർജന പ്രക്രിയ. വസ്തുക്കളെ സംബന്ധിക്കുന്ന സ്ഥൂല സൂക്ഷ്മ കാരണബന്ധത്തെപ്പറ്റിയും ഈ ബന്ധത്തിന് വസ്തുവിൻ്റെ ഉണ്മ ഉരുവപ്പെടുത്തിയെടുക്കുന്നതിലുള്ള പങ്കിനെ പറ്റിയും ശരിയായി മനസ്സിലാക്കുന്നവന് സർവവസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ ഒന്നു തന്നെയാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ഈ പൊരുളിനെയാണ് വേദാന്തികൾ പരമാത്മാവെന്ന് വിശേഷിപ്പിക്കുന്നത്. കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും മണക്കപ്പെടുന്നതും രുചിക്കപ്പെടുന്നതും സ്പർശിക്കപ്പെടുന്നതുമായ സർവ്വതും അറിവിൻ്റെ രൂപത്തിലാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അറിവായി പകർന്നാട്ടം നടത്താത്തതായി യാതൊന്നും തന്നെയില്ല. അറിവിൻ്റെ സമസ്ത സ്വരൂപമാണ് പരമാത്മാവ് അഥവാ പരബ്രഹ്മം. ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനാൽ വിശ്വം നിറയപ്പെട്ടിരിക്കുന്നു എന്ന ആനുഭൂതിയ ജ്ഞാനം പ്രതിഷ്ഠിതമായ മനസ്സിൽ അജ്ഞാതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നിനും സ്ഥാനമില്ല. ഈ മനോനിലയെ പ്രാപിച്ചവനാണ് ജ്ഞാതാജ്ഞാത സമദൃക്ക്. അവൻ്റെ മനസ്സിൽ ദ്വൈതബോധം ഒരിക്കലും ഉണ്ടാവുകയില്ല. ആ പദവിയിൽ എത്തിച്ചേർന്ന ജ്ഞാനിയെയാണ് ബ്രഹ്മലീനൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്രഹ്മലീനത്വം തന്നെയാണ് നിർവൃതി. ബ്രഹ്മലീനനായ രമണ മഹർഷിയെ ആദരപൂർവ്വം പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയാണ് നിർവൃതി പഞ്ചകം ഈ ശ്ലോകത്തോടുകൂടി ഗുരുദേവൻ
ഉപസംഹരിച്ചിരിക്കുന്നു. നിർവൃതി പഞ്ചകം എന്ന കൃതിയിലെ 5 ശ്ലോകങ്ങളെപ്പറ്റിയും വിശദമായ ഒരു പഠനം നാം ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിർവഹിച്ചു കഴിയും. ഇനി നമുക്ക് ഈ കൃതിയെപ്പറ്റി ഒരു അനുബന്ധ നിരൂപണ പാഠമെന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രമണ മഹർഷിയുടെ ആശ്രമത്തിൽ സൂക്ഷിച്ചു വരുന്ന സന്ദർശകർക്കായുള്ള ഡയറിയിൽ ശ്രീനാരായണ ഗുരുദേവകൃതമായ നിർവൃതി പഞ്ചകവും ഇത്യാദിവാദോപരതം മഹാന്തം പ്രശാന്ത ഗംഭീര നിജസ്വഭാവം ശോണാചലേ ശ്രീരമണം നിരീക്ഷ്യ പ്രോവാച നാരായണ സംയമീന്ദ്ര എന്ന അടിക്കുറിപ്പുമുള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിർവൃതി പഞ്ചകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വാദഗതികളിൽ നിന്നെല്ലാം ഉപശമനം നേടിയ മനസ്സിൻ്റെ ഉടമയും മഹാന്മാരിൽ മഹാനും പ്രശാന്ത ഗംഭീരനും നിജസ്വഭാവ സമ്പന്നനുമായ ശ്രീരമണനെ ശോണാചലത്തിൽ വെച്ചു നിരീക്ഷിച്ച സംയമീന്ദ്രനായ നാരായണനാൽ പ്രകർഷേണ പറയപ്പെട്ടതാണ് ഈ പഞ്ചകമെന്നാണ് അടിക്കുറിപ്പായി ചേർത്തിരിക്കുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം. തമിഴ്നാട്ടിലെ അരുണാചലത്തെയാണ് ഈ അടിക്കുറിപ്പിൽ ശോണാചലമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശോണാചലം എന്ന് പറഞ്ഞാലും അരുണാചലം എന്ന് പറഞ്ഞാലും 2 പദങ്ങളുടെയും വാഗർത്ഥങ്ങൾ ഒന്ന് തന്നെയാണ്. മഹാത്മാക്കളായുള്ളവർ മറ്റ് മഹാത്മാക്കളെ സന്ദർശിക്കുന്ന വേളകളിൽ അവരുടെ സന്ദർശനാനുഭവം സന്ദർശന ഡയറിയിൽ രേഖപ്പെടുത്തുന്ന പതിവ് പുരാതന കാലം മുതൽക്ക് പ്രചാരത്തിലുള്ള ഒരു കീഴ്വഴക്കമാണ്. 1922 നവംബർ മാസം 15-ാം തീയതി രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ഗുരുദേവനെ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം ഗുരുദേവനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. സംഭാഷണത്തിലൂടെ താൻ അറിഞ്ഞ ഗുരുദേവനെ പറ്റി ടാഗോർ അവിടുത്തെ സന്ദർശന ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു: ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ ഗുരുവിന് തത്തുല്യനോ ആയ ഒരു മഹാത്മാവിനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചക്രവാള സീമയ്ക്കപ്പുറത്തേക്ക് നീണ്ടിരിക്കുന്ന ആ യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യം നിറഞ്ഞ് സ്വയം പ്രകാശമാനമായ ദ്വിതീയാൽ പ്രശോഭിക്കുന്ന തിരുമുഖവും ഞാൻ ഒരു കാലത്ത് മറക്കുകയില്ല. രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ച CF ആൻഡ്രൂസും സന്ദർശനാനുഭവം ഡയറിയിൽ കുറിച്ചു. അതിപ്രകാരമാണ്: ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ആ ചൈതന്യമൂർത്തി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വിജയിച്ചരുളുന്ന ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല. നോബൽ സമ്മാന ജേതാവായ വിശ്വകവിയായിരുന്നു ശ്രീ രവീന്ദ്രനാഥ ടാഗോർ. ഗുരുദേവ് എന്ന് മഹാത്മാഗാന്ധി പോലും ടാഗോറിനെ വിശേഷിപ്പിച്ചു. അങ്ങനെയുള്ള ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ അതുല്യപ്രഭാവനായ മഹാത്മാവായും യോഗീശ്വരനായും ഈശ്വര ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന മുഖത്തോടുകൂടിയ മനുഷ്യനുമായിട്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ സമകാലീനനായിരുന്ന രമണ മഹർഷിയെ സന്ദർശിക്കാനോ സംവദിക്കാനോ ടാഗോർ തയ്യാറായിട്ടില്ല എന്നാണ് അറിയുന്നത്. അരുണാചലത്തിൽ തമസ്സിലായി പുറപ്പെട്ടു പോയ രമണ മഹർഷി പിന്നീട് ഒരിക്കലും അവിടെ നിന്ന് മടങ്ങിപ്പോന്നിട്ടില്ല. മൗനവാചാലനായി ഭക്തന്മാരുടെ സംശയ നിവാരണം നടത്തിയിരുന്ന മഹാഗുരു എന്ന ഖ്യാതി രമണ മഹർഷിക്ക് വീണ് കിട്ടിയിരുന്നു. അങ്ങനെയുള്ള രമണ മഹർഷിയുടെ ഈശ്വരീയ പദവിയുടെയും മഹാഗുരു പദവിയുടെയും സ്വഭാവം നേരിൽ കണ്ടറിയുക എന്നതായിരുന്നിരിക്കണം ഗുരുദേവൻ്റെ സന്ദർശനോദ്ദേശ്യം. ഗുരുദേവനും രമണ മഹർഷിയും കണ്ടുമുട്ടിയപ്പോൾ ഇരുവരും തമ്മിൽ യാതൊരുവിധ സംഭാഷണങ്ങളും നടന്നില്ല. എന്നാൽ
ഗുരുദേവകൃതമായ നിർവൃതി പഞ്ചകം വായിച്ച രമണ മഹർഷി എല്ലാം തെരിഞ്ചവൻ മഹാജ്ഞാനി എന്ന് ശ്രീനാരായണ ഗുരുദേവനെ വാഴ്ത്തിയത്രേ. ഗുരുദേവകൃതങ്ങളായ മുനിചര്യ പഞ്ചകവും അദ്വൈത ദീപികയും ആത്മോപദേശ ശതകവും വായിച്ചു കേട്ടപ്പോൾ പെരിയോർകൾ എല്ലാമേ തെരിഞ്ചവൻ എന്ന നിർവ്യാജം മഹർഷി ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ശ്രീനാരായണ ഗുരുദേവനും രമണ മഹർഷിയും ബ്രഹ്മസാക്ഷാത്കാരം നേടിയ യോഗീശ്വരന്മാരായിരുന്നു. ഗുരുദേവൻ മരുത്വാമലയിലെ ഗുഹയിലിരുന്ന് ബോധോദയം നേടിയപ്പോൾ രമണ മഹർഷി അരുണാചലത്തിലിരുന്നാണത് നേടിയത്. ഇരുവരും ശിവയോഗികളായിരുന്നു. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ശൈവപൂർവിനെ സാക്ഷാത്കരിക്കുകയും പരമേശ പദവിയിൽ വിലയം പ്രാപിക്കുകയും ചെയ്ത ഗുരുദേവൻ മരുത്വാമല വിട്ട് അരുവിപ്പുറത്തെ കൊടിതൂക്കിമലയിൽ വീണ്ടും തപസ്സനുഷ്ഠിച്ച് സുബ്രഹ്മണ്യ ദർശനഭാഗ്യം നേടിയെടുത്തതിനു ശേഷം കർമ്മയോഗ നിരതനായി സമൂഹമധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. പരമ്പരാഗതമായ ആരാധനാ സമ്പ്രദായങ്ങളിലെ ദുഷിപ്പുകൾ ഇല്ലാതാക്കി പ്രായോഗികാദ്വൈതം പ്രയോഗതലത്തിലെത്തിച്ച അനന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. നേരെ മറിച്ച് നിർവൃതി പദപ്രാപ്തി നേടിയെടുത്ത രമണ മഹർഷി തനിക്ക് ബോധോദയം സിദ്ധിച്ച അരുണാചലം വിട്ടുപോകാതെ നിർവൃതിയിൽ അഭിരമിക്കുകയാണ് ചെയ്തത്. ശങ്കരാചാര്യരുടെ സൈദ്ധാന്തികാദ്വൈത ദർശനം ഉദ്ഘോഷിക്കുന്ന ദക്ഷിണാമൂർത്തി ശ്ലോകം വ്യാഖ്യാനം ചെയ്തു കൊടുക്കാൻ ഒരിക്കൽ രമണ മഹർഷിയോട് ഭക്തന്മാർ അഭ്യർത്ഥിച്ചതായും അപ്പോൾ യാതൊന്നും പറയാതെ മഹർഷി മൗനം ദീക്ഷിച്ചു എന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത്. മഹർഷിയുടെ മൗനത്തിന് പല വ്യാഖ്യാന തലങ്ങളും ചമയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ശാങ്കരമതത്തെ രമണ മഹർഷി പൂർണ്ണമായും അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശങ്കരാചാര്യരുടെ സൈദ്ധാന്തിക അദ്വൈതത്തെ തള്ളിപ്പറയാതെ തന്നെ മൂല്യശുദ്ധി വരുത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രയോഗതലത്തിൽ കൊണ്ടെത്തിച്ചത്. കേരളത്തിൽ ജന്മമെടുത്ത ശങ്കരാചാര്യർ ഉത്തര ഭാരതമാണ് കർമ്മഭൂമിയാക്കി മാറ്റിയത്. ആര്യ സംസ്കൃതിയുടെ പിൻബലവും ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയുടെ സ്വാധീനവും വൈദിക പൗരോഹിത്യ സ്വാധീനവും ശങ്കരാചാര്യരുടെ സൈദ്ധാന്തിക അദ്വൈതത്തെ പ്രായോഗിക അദ്വൈതവുമായി ബഹുദൂരം അകറ്റി നിർത്തി. വസ്തുതാപരമായ ഈ സത്യം വിളിച്ചു പറയാതെയും ദക്ഷിണാമൂർത്തി രഹസ്യത്തെപ്പറ്റി ഒന്നും പറയാതെയും രമണ മഹർഷി മൗനം ഭജിച്ചു. എന്നാൽ ഗുരുകൃതമായ മുനിചര്യ പഞ്ചകവും നിർവൃതി പഞ്ചകവും അദ്വൈത ദീപികയും ആത്മോപദേശ ശതകവും ആസ്വദിച്ച മഹർഷി മൗനം വെടിഞ്ഞ് ഗുരുദേവനെ പ്രകീർത്തിക്കുക തന്നെ ചെയ്തു. ശ്രീശങ്കരനെ ആചാര്യ പദവി നൽകിയും ശ്രീനാരായണ ഗുരുവിനെ ഗുരുപദവി നൽകിയുമാണ് രമണ മഹർഷി ഉൾക്കൊണ്ടത്. ഭാരതീയ ആധ്യാത്മികതയിലെ രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ വിരാജിച്ചവരായിരുന്നു രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുവും. ബ്രഹ്മസാക്ഷാത്കാരാനന്തരം രമണ മഹർഷി നിർവൃതിയിൽ അമർന്നു. ശ്രീനാരായണ ഗുരുദേവൻ കർമ്മയോഗിയായി പ്രായോഗിക അദ്വൈതം പ്രയോഗതലത്തിലെത്തിച്ചു. കൊടിതൂക്കിമലയിലെ സുബ്രഹ്മണ്യ ദർശനവും ഗുരുദേവന്റെ ശിഷ്ടകാല കർമ്മകാണ്ഡവും ഭാരതീയ ആധ്യാത്മിക ചരിത്രത്തിലെ വേറിട്ട അധ്യായങ്ങളാണ്. ഗവേഷണാത്മകമായ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട അതിവിശിഷ്ടമായ നിർവൃതി പഞ്ചകം ഗൗരവബുദ്ധിയോടുകൂടി പഠിപ്പിക്കാനും ഈ പഠന ക്ലാസ് ഹേതുകമായി ഭവിക്കുമാറാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.